ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന ധാരാളം ആളുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട്. മതത്തെ വിമർശിച്ചാൽ ഒരുപാട് അട്ടഹാസങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി. ഇന്ന് ഏതു മതത്തെയും ആർക്കും വിമർശിക്കാം. പക്ഷേ വിമർശനം മാന്യതയുടെ സീമകൾ ലംഘിച്ചു മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അവിടേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. ഒരു ബൈബിള് കത്തിക്കുകയോ ഒരു ഭഗവത്ഗീത കത്തിക്കുകയോ ഒരു ഖുർആൻ കത്തിക്കുകയോ അത് വലിച്ചു കീറി ചവിട്ടി തേക്കുകയോ ഒക്കെ ചെയ്തെന്ന് കരുതി ആ മതം ഇല്ലാതാകുന്നില്ല. ആ മതത്തെ ഇല്ലായ്മ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ ഒരിക്കലും അത് ഇല്ലാതാകില്ല. അതുമൂലം ഉണ്ടാകുന്നത് അത്തരം ഗ്രന്ഥങ്ങൾ വിശ്വസിക്കുന്ന ആളുകളുടെ മാനസികമായ വേദനയ്ക്ക് ഇത് കാരണമാകും. അതായത് അവരുടെ മതവികാരം വ്രണപ്പെടും. അവരുടെ മനസ്സില് നമ്മളോട് വല്ലാത്ത അമർഷവും വെറുപ്പും ഉണ്ടാകും. അതല്ലാതെ ഒരിക്കലും അവരെ ചിന്തിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. നമുക്കറിയാം, കഴിഞ്ഞ മാസമാണ് സംറ കൺവെൻഷൻ സെന്ററിൽ നമ്മുടെ ഡൊമിനിക് മാർട്ടിൻ എന്ന ഒരു ഗൾഫുകാരൻ കളമശ്ശേരിയില് സ്ഫോടനം നടത്തി. 4 സ്ഫോടനം ചെയ്യാൻ ഉദ്ദേശിച്ചത്. 2400 പേരോളം വരുന്ന യഹോവ സാക്ഷികളുടെ സദസ്സാണത്. അവരുടെ പ്രാർത്ഥനയുടെ സമാപന സമ്മേളനത്തിലാണ് മാർട്ടിൻ ബോംബ് വെച്ചത്. മാർട്ടിൻ തന്നെ ഉണ്ടാക്കിയതാണ് സ്ഫോടക വസ്തുക്കളെല്ലാം. മാർട്ടിൻ എങ്ങും അത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പഠിച്ചത് എന്ന് അയാൾ തന്നെ പറയുന്നു. ഞാൻ മാത്രമാണ് അതൊരു ഉത്തരവാദി എന്ന് പറഞ്ഞ് അയാൾ അത് ചെയ്തിട്ട് പുറത്തുപോയി ഒരു ലോഡ്ജ് എടുത്ത്, ഒരു അസോസിയേഷനാണ്, ഒരു ആളെടുത്ത് അതിനകത്തിരുന്ന് അയാൾ ആദ്യം ഹിന്ദിയിലും പിന്നീട് മലയാളത്തിലും ഒരു ഫേസ്ബുക്ക് ലൈവ് വീഡിയോ ചെയ്തു. അതിനുശേഷം പോലീസിന് കീഴടങ്ങിയത് നമ്മൾ കണ്ടു. എന്തിനാണ്? കുറെ കാലം യഹോവ സാക്ഷികളുടെ പിന്നാലെ നടന്നു. പക്ഷേ ഒരു രക്ഷയുമില്ല. അവരുടെ വിശ്വാസവുമായി ഡൊമിനിക്കിന് യോജിച്ചു പോകാൻ സാധിക്കുന്നില്ല. കാരണം അതിനോടകം തന്നെ ഡൊമിനിക് ഏതാണ്ട് സാക്കിർ നായിക്കിനെ പോലെയുള്ള ആളുകളുടെ വീഡിയോകളിൽ ആകൃഷ്ടനായി എന്നത് അയാളുടെ ഫേസ്ബുക്ക് പേജിൽ വളരെ കൃത്യമാണ്. കാരണം സാക്കിർ നായിക്കിന്റെ ആശയങ്ങളെ അയാള് പിന്തുടർന്നിരുന്നു എന്നത് അയാളുടെ ഫേസ്ബുക്കിൽ തന്നെ അയാളത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇരിക്കട്ടെ, സാക്കിർ നായിക്കിന്റെ വിശ്വാസത്തെക്കാൾ മോശമായിരുന്നു ഡൊമിനിക് മാർട്ടിന്റെ കോൺസെപ്റ്റില് ഈ യഹോവ സാക്ഷികൾ. അതുകൊണ്ടാണ് സ്ഫോടനം നടത്തി ഇവിടെ നശിപ്പിക്കാൻ ശ്രമിച്ചത്. അവരെയൊക്കെ 2400 പേരെ കൊല്ലാൻ ശ്രമിച്ചത്. അതുകൊണ്ട് ഇനിയും ലോകത്തൊരു യഹോവ സാക്ഷി ഉണ്ടാകില്ലേ? അവരിനി ഒരു കൺവെൻഷൻ സെന്ററിൽ അവരുടെ സമ്മേളനം നടത്തില്ലേ? നമ്മൾ ഏതോ ഒരു മൂഢസ്വർഗത്തിലാണ്. അപ്പോ നമ്മൾ വിമർശിച്ചാൽ ഉടനെ ഊരകി ഒലിച്ചു പോകുന്നതൊന്നുമല്ല ആരുടെയും മതവിശ്വാസം. ഇസ്ലാമിനെ വിമർശിക്കുന്നത് ഞാൻ ഈ മതത്തെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ഈ മതത്തിൽ തന്നെ ജനിച്ചതിന്റെ പേരിലാണ്. അതുകൊണ്ട് എന്റെ ഭർത്താവും എന്റെ മാതാപിതാക്കളും എന്റെ സഹോദരങ്ങളും ഒക്കെ ഉള്ള ഈ മതം ഞാനും ഒരു കാലത്ത് നെഞ്ചിലേറ്റിയിരുന്നു. ഈ മതത്തെ വിമർശിക്കാൻ പൂർണ്ണമായും അവകാശം എനിക്കുണ്ട്. എന്റെ ജനാധിപത്യ ഭരണഘടന, എന്റെ രാജ്യം എനിക്ക് നൽകുന്ന ഉറപ്പാണ്. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്തി എനിക്ക് വിമർശിക്കാം. അതുകൊണ്ട് മറ്റു മതങ്ങളെ വിമർശിക്കാൻ പാടില്ലെന്നില്ല. ഞാൻ ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് കൊണ്ട് മറ്റു മതങ്ങൾ ശരിയാണ് എന്നും എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെ അഭിപ്രായപ്പെടാൻ പറ്റത്തുമില്ലല്ലോ. ഇവിടെ ചില ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ നമ്മൾ വിമർശിക്കുന്നത് മാത്രമാണ് വിമർശനം, നമ്മൾ വിമർശിക്കുന്നത് മാത്രമാണ് ശരി, ഞാൻ മാത്രമാണ് യഥാർത്ഥ യുക്തിവാദി എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തിന്? മറ്റുള്ളവരെ നിങ്ങൾ കാണണ്ട, മറ്റുള്ളവരെ നിങ്ങൾ കേൾക്കണ്ട, മറ്റുള്ളവരെ നിങ്ങൾ പിന്തുണയ്ക്കണ്ട. ഞാൻ 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 ഈ ഒരു ചിന്താഗതി ഒരു യുക്തിവാദിക്ക് ചേർന്നതാണ്. ഞാൻ അവരെ പോലെയല്ല, ഞാൻ ഇവരെ പോലെയല്ല, ഞാൻ മറ്റവരെ പോലെയല്ല, ഞാനാണ്. എനിക്കും പറയാമല്ലോ, തീർത്തും ഞാൻ അവരെ പോലെയല്ല, ഞാൻ ഇവരെ പോലെയല്ല, ഞാൻ മറ്റവരെ പോലെയല്ല. ഇസ്ലാമിനെ എന്നല്ല ഒരു മതത്തെയും വെള്ളപൂശേണ്ട കാര്യം എനിക്കില്ല. ഒരു കൈ കൊണ്ട് മുഖത്തടിച്ച് മറു കൈ കൊണ്ട് പുറം തടവുന്ന ഏർപ്പാട് എനിക്കില്ല. ഇസ്ലാമിന് ശക്തമായ രൂപത്തിൽ പ്രഹരം താൻ മാത്രമാണ് ഏൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന മറ്റൊരു വൈകാരികത പുറത്തെടുക്കുന്നു. എന്തിന്? ആരെ ബോധ്യപ്പെടുത്താൻ? ഇസ്ലാമിനോടൊന്നോ ശത്രുതയോടുകൂടി ആക്രമിക്കുന്നു. ആ ഭാഗം നിങ്ങൾ എടുത്തൊന്ന് ധരിക്കും. ആർക്കും ആരോടും ശത്രുതയില്ല. ഇവിടെ ഈ മതത്തിലുള്ള കൊള്ളരുതായ്മകൾ, ജനാധിപത്യ വിരുദ്ധതകൾ, സ്ത്രീ വിരുദ്ധതകൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ, ഈ കാലഘട്ടത്തിന് യോജിക്കാത്ത വസ്തുതകൾ, ഇതൊക്കെയാണ് പറയുന്നത്.
ഈ ഗ്രന്ഥം തന്നെ പുനർവിചാരണ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറയാൻ കാരണം ഈ ഗ്രന്ഥം ഭയം ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഗ്രന്ഥം അന്യമതസ്ഥരോടുള്ള വിരോധം ഉൽപ്പാദിപ്പിക്കുന്നു. മറ്റു മതസ്ഥരെയൊക്കെ കൊന്നൊടുക്കാൻ അവരോടൊക്കെയുള്ള പക ഉൽപ്പാദിപ്പിക്കുന്നു. മനുഷ്യനെ ഒരിക്കലും പരസ്പരം സ്നേഹിക്കാൻ, മനുഷ്യനെ പരസ്പരം ഒന്നായി കാണാൻ ഈ ഗ്രന്ഥം പ്രേരിപ്പിക്കുന്നില്ല. അതുകൊണ്ട് എന്നൊരു വചനം ഖുർആനിലില്ല. മനുഷ്യരെ നിങ്ങൾ മുഴുവനും സഹോദരങ്ങളാണ് എന്ന് പറയുന്നില്ല. മറിച്ച് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുസ്ലിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് എന്ന് പറയാനാണ് ഈ ഖുർആൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഗ്രന്ഥം ലക്ഷണമൊത്ത ഒരു വർഗീയ ഗ്രന്ഥമാണ് എന്ന് മാത്രമല്ല, മറ്റു മനുഷ്യരോട്, മറ്റു മതവിശ്വാസികളോടൊക്കെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയും അവനെ കൊല്ലാനും അവനെ ശത്രുവായി കാണാനും പ്രേരിപ്പിക്കുന്ന ഘടകമാണ് ഈ ഖുർആനിലുള്ളത്. ഇത് തുറന്നു പറയുമ്പോൾ വിശ്വാസികൾക്ക് വേദന ഉണ്ടാകും. ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അവർക്ക് വേദനിക്കുമെന്ന് കരുതി. അപ്പോൾ മുസ്ലിങ്ങളോടുള്ള വെറുപ്പാണ്, അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കുഴപ്പമില്ല. അപ്പോ നിങ്ങളൊരു വിഷയത്തെ വിമർശിക്കുമ്പോൾ അതും മുസ്ലിങ്ങളോടുള്ള വെറുപ്പാണെന്ന് ഞങ്ങളൊന്ന് പറഞ്ഞു നോക്കട്ടെ. അപ്പോ നിങ്ങൾ പറയുന്നത് ചക്കരയും ഞങ്ങൾ പറയുന്നത് കൊക്കരയും കൊള്ളാലോ. നമ്മൾ മാത്രമാണ്, അതായത് നമ്മളെ വിശ്വസിക്കുന്ന ആളുകളോട് കുറച്ചുകൂടി ഒന്ന് അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടി ഫാൻസ് നിന്നു പോകരുതല്ലോ. അതുകൊണ്ട് ഫോളോവേഴ്സ് ഒഴുകി എത്തണ്ടേ. അതുകൊണ്ട് ഞാൻ മാത്രമാണ് കേട്ടോ യഥാർത്ഥ എക്സ് മുസ്ലിം, ഞാൻ മാത്രമാണ് കേട്ടോ യഥാർത്ഥ യുക്തിവാദി, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരുന്നത് തന്നെ ഒരു തരം ഗതികേടാണ്. ഇപ്പോ ഇസ്ലാമിൽ നിന്നും പുറത്തു പോയ വ്യക്തിയാണ് നമ്മുടെ അസ്കർ അലി. ഈ അസ്കർ അലി തന്നെ പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട് മതത്തെ സംബന്ധിച്ച് പലതും. മതത്തോട് വിരോധമുള്ളത് കൊണ്ടാ, ഈ മതത്തെ തകർക്കുന്നതിന് വേണ്ടിയാ, വിശ്വാസികളോടുള്ള വിരോധം കൊണ്ടാ അല്ല, ഇതിനകത്തുള്ള വസ്തുതകളാണ് ഈ പറയുന്നത്. ഇത് പറയുമ്പോൾ അയ്യോ അവരെ ആളുകൾ അംഗീകരിക്കുന്നു, നമ്മളെ അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് അവർക്കിട്ടൊരു പാരയങ്ങ് പണിഞ്ഞേക്കാം, അതുകൊണ്ട് അവരൊന്നും യുക്തിവാദികളല്ല കേട്ടോ, നിങ്ങൾ അവരൊന്നും യുക്തിവാദികളാണ് എന്ന് കൂട്ടിയിട്ട് നിങ്ങൾ ശമ്പളമൊന്നും അവർക്ക് കൂട്ടിക്കൊടുക്കാൻ നിൽക്കല്ലേ, ഞാനാണ് യുക്തിവാദി കേട്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു യുക്തിവാദി ഇടക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു. അതുകൊണ്ട് പറയേണ്ടി വന്നതാണ്. എന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു സംശയമുണ്ട്. സത്യത്തിൽ ആ ഒരു സംശയം ഒരു ഭയത്തിന്റെ പുറത്താണ്. ഈ മതം എന്ന് പറയുന്നത് തന്നെ ഭയമാണല്ലോ. വിശ്വസിക്കുന്നവന് വലിയ ഭയം, അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ അതിലേറെ വലിയ ഭയം, വിമർശിക്കാൻ അതിലേറെ വലിയ ഭയം. മതം എന്ന് പറയുന്ന സാധനം തന്നെ ഭയമാണ്. അപ്പൊ എന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഭയമാണ്. ഞാൻ ഇവിടെ ജനിച്ചു, എന്റെ ഈ കമ്മ്യൂണിറ്റിയിൽ ജനിച്ചു. സോ ഐ എം എ മുസ്ലിം. ഓക്കെ, ഞാൻ എന്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ, എന്റെ ഫാമിലി മെമ്പേഴ്സ്, അവരൊക്കെ എന്നോട് ഇങ്ങനെ കുഞ്ഞുനാൾ മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അസ്കർ യു ആർ ഓൺ ദ സ്ട്രൈറ്റ് പാത്ത്, നീ നേരായ മാർഗത്തിലാവുള്ളു, നീ ഇങ്ങനെ പോയാൽ ഓഫ് കോഴ്സ് നീ സ്വർഗത്തിലേക്ക് അങ്ങെത്തും. ഓക്കെ, ഐ ആം സാറ്റിസ്ഫൈഡ്, അത്രേ ഉള്ളൂ. പക്ഷെ എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ചോദ്യമുണ്ട്. അപ്പൊ എന്റെ അപ്പുറത്ത് ജനിക്കുന്ന ഒരു ക്രിസ്ത്യാനി പയ്യൻ, അവനോട് അവന്റെ ആളുകൾ എന്താ പറയുന്നത്? ബൈ ബർത്ത് നിനക്ക് ഈ കിട്ടിയ സാധനമാണ് ശരി, നീ ഇങ്ങനെ പോയാൽ നീ സ്വർഗത്തിലേക്ക് അങ്ങെത്തും. അവനും അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പുറത്ത് ജനിക്കുന്ന ഒരു ജൂതന്റെ മകനോ അവനോട് പറയുന്നത് നമ്മുടെ മതമാണ് ശരി, നമ്മൾ ഇതിങ്ങനെ അങ്ങ് തുടർത്തി പോന്നാൽ നമ്മൾ സ്വർഗത്തിലേക്ക് അങ്ങെത്തും. ഹിന്ദുവിനോടും അതെ സെയിം. അപ്പൊ ഞങ്ങൾ 4 പേരും ഇങ്ങനെ പോവാണ് അല്ലേ, ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല, അവന്റെ ഗ്രന്ഥം ഞാൻ മറിച്ചു നോക്കുന്നില്ല, ഒന്നുമില്ല. ഞങ്ങളുടെ ആളുകൾ ഇങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച ബോധിപ്പിച്ച ഒരു സാധനം, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോവാണ്. അപ്പൊ എന്റെ വിശ്വാസപ്രകാരം എന്റെ മരണശേഷം അവിടെ ഉണ്ടാകുക എന്റെ ദൈവമാണ്, എന്റെ പടച്ചവനാണ് ഉണ്ടാവുക. അവൻ എന്ത് ചെയ്യും? എന്നെയും എന്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെയും മാത്രം അങ്ങ് സ്വർഗത്തിൽ കയറ്റും, ബാക്കിയുള്ളവരൊക്കെ നരകത്തിലേക്ക് അങ്ങിടും. അവന്റെ വിശ്വാസപ്രകാരം മരണശേഷം അവിടെ വിചാരണക്കുണ്ടാകുക ആരാണ്? അവന്റെ യേശുവാണ്, അല്ലെങ്കിൽ അവരുടെ ദൈവമാണ് ഉണ്ടാവുക. ബാക്കിയുള്ളവരൊക്കെ നരകത്തിലേക്ക് അങ്ങിടും. ഇവർക്ക് ബൈ ബർത്ത് കിട്ടിയ സാധനമാണ്. അപ്പം ചോദ്യമുണ്ട്, അപ്പൊ എന്തുകൊണ്ടാ മറ്റുള്ളവരെ നരകത്തിലേക്ക് ഇടുന്നത്? അവൻ പറയും അവർക്ക് ബുദ്ധി കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവരത് ഉപയോഗപ്പെടുത്തിയില്ല. എന്റെ ചോദ്യമാണ്, അപ്പം എനിക്കുള്ള ഉത്തരവാണ്. ഓക്കെ, അപ്പം അവൻ ചോദിക്കുകയാണ്, അപ്പൊ ഞങ്ങൾ ക്രിസ്ത്യാനികളല്ലാത്ത മറ്റുള്ളവരെയൊക്കെ എന്തിനാ നരകത്തിലിടുന്നത്? സെയിം ആൻസർ, അവർക്ക് ബുദ്ധി കൊടുത്തിട്ടുണ്ട്, അവർ ഇതിലേക്ക് എത്തിപ്പെട്ടില്ല. ഓക്കെ, സോ ഞങ്ങൾ ഇങ്ങനെ 4 പേരും ഈ കേട്ട കഥയും കൊണ്ട് ഇങ്ങനെ പോവാണ്. ഞാൻ അവനോട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ ഈ വിഷയത്തിൽ? ഇല്ല. ഞാൻ അവന്റെ ഗ്രന്ഥം എടുത്ത് മറിച്ചു നോക്കുന്നുണ്ടോ? അതും ഇല്ല. എന്നാ പ്രശ്നമില്ലായിരുന്നു, ഈ ഭയം ഇല്ലായിരുന്നു. അവൻ വന്നിട്ട് പറയാണ്, ഡേ അസ്കർ,
ഞങ്ങളൊക്കെ നരകത്തിലേക്കാണ്, നിങ്ങളാണ് സ്വർഗാവകാശികൾ, നിങ്ങൾ എടുത്തോ, ഞങ്ങൾക്കത് വേണ്ട എന്ന് അവൻ എന്നോടൊന്ന് പറയുന്നുണ്ടോ? അതും ഇല്ല. അവനോട് ഈ വിഷയത്തിൽ ചോദിച്ചാൽ അവൻ പറയുന്നത് എന്താ? നോ, ഞങ്ങളാണ് ശരിയായ വഴി, നിങ്ങൾ വിട്ടുപോടെ, അല്ലേ? അപ്പൊ ഒരു ചെറിയ ചോദ്യമായിരുന്നു അന്നുള്ളത്. പക്ഷേ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു മതസ്ഥാപനത്തിലൊക്കെ ആയി ഒരുപാട് എപ്പോഴും ഇങ്ങനെ കേട്ട് കേട്ട് നമ്മളാണ് ശരിയായ വഴി, നമ്മളാണ് ശരിയായ വഴി എന്ന് കേട്ട് കേട്ട് അവസാനം ആ ഒരു ചോദ്യം അങ്ങ് മൂടപ്പെട്ടു. നമുക്ക് മനസ്സിലായ വസ്തുതകൾ നമുക്ക് മനസ്സിലായതുപോലെ പറയാൻ പാടില്ല എന്നാണ് ഇപ്പോൾ പൊങ്ങി വന്ന ഒരു വിഭാഗം യുക്തിവാദികൾ പറയുന്നത്. കുറച്ച് നേർപ്പിച്ച് പറയണമത്രേ. വിശ്വാസികൾക്ക് വേദനയുണ്ടാകുമത്രേ. വിശ്വാസികൾ മറ്റു മതങ്ങളെ വിമർശിക്കുമ്പോൾ അവർക്കുണ്ടാകുന്നതും വേദന തന്നെയല്ലേ? ഇവർക്ക് വേദനയുണ്ടാകുന്നു എന്ന് കരുതി ഉള്ള കാര്യം പറയാതിരിക്കാൻ പറ്റും. അതുകൊണ്ട് കുറച്ച് നേർപ്പിച്ച് സോപ്പിട്ടു പറയണമത്രേ. എന്നാലേ നമ്മൾ മുസ്ലിങ്ങളുടെ പക്ഷത്താകുമത്രേ. ആ പക്ഷത്ത് നിങ്ങൾ അങ്ങ് നിന്നോ, ഞങ്ങൾക്ക് നിൽക്കണ്ട, എനിക്ക് നിൽക്കണ്ട. നന്ദി.